പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വയനാടുണ്ടായ വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നിന്ന് കുറച്ച് ദിവസമായി അപ്രത്യക്ഷമായിരിക്കുകയാണ്. പക്ഷേ അതങ്ങനൊന്നും അപ്രത്യക്ഷമായി പോകാൻ കഴിയില്ല. അതിനിയും വീണ്ടും സജീവമായി ചർച്ചയാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ 14 പേര് മരിച്ചു, അവിടെ ഉണ്ടായിട്ടുള്ള വലിയ പരിസ്ഥിതി തകർച്ച, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇനിയും മുഖ്യധാരാ ചർച്ചയിലേക്ക് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ കൊണ്ടുവരാൻ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്നും എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തവും അതും ഈ ഹേമ കമ്മിറ്റി ഉയർത്തുന്ന വിഷയങ്ങളുമായൊക്കെ തന്നെ ബന്ധമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വയനാട്ടിലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനമായിട്ടുള്ള ബാദുഷയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സംഭാഷണത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വലിയ നടന്മാർക്ക്, സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ള നടന്മാർക്ക് വയനാട്ടിൽ എസ്റ്റേറ്റുകളും റിസോർട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം അദ്ദേഹം തെളിവ് സഹിതം നമ്മളുമായി നടത്തുന്ന ഈ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ആരുടേതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഈ തോട്ടങ്ങളും റിസോർട്ടുകളും എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ നെഞ്ചു പിളർത്തിയത് അവിടെ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന യാതൊരു നിയന്ത്രണവുമില്ലാത്ത വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വ്യവസായമാണ് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളും അദ്ദേഹം ഈ ഓഡിയോയിൽ നമ്മളുമായി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, സിനിമാ രംഗത്തുള്ളവർക്ക് വയനാട്ടിൽ ഉള്ള താല്പര്യം. 2, വയനാട്ടിലെ ഈ ദുരന്തം ഇത്രയും തീവ്രമാക്കുന്നതിൽ അവിടെ നടന്നു വന്ന ലക്കും ലഗാനുമില്ലാത്ത ടൂറിസം വ്യവസായം, റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ തന്നെ ഞെട്ടിക്കുന്ന തെളിവുകൾ ബാദുഷ നമ്മളുമായി ഈ ഫോൺ സംഭാഷണത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലേക്ക് പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാദുഷ, ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഈ വയനാട്ടിൽ ഏതാനും വാർഡുകളിൽ മാത്രമാണ് ഈ ദുരന്തം നടന്നതെന്നും അത് വയനാടിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണെന്നും, അപ്പൊ അതുകൊണ്ട് തന്നെ അതേസമയം വയനാട്ടിലെ ടൂറിസം പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വിച്ച് ഇട്ടതുപോലെ നിന്നിരിക്കുകയാണെന്നും, അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് വയനാടിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം നടന്ന ഒരു ദുരന്തമായതുകൊണ്ട് വയനാടിനെ ഇനിയും ടൂറിസം വികസനത്തിനായി ഉപയോഗിക്കണമെന്നും ആളുകൾ വ്യാപകമായി വയനാട്ടിലേക്ക് വരണമെന്നും ഈ ബാണാസുര നഗർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം, സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ വലിയ പ്രചരണം നടക്കുന്നു. ടൂറിസ്റ്റ് റിസോർട്ടുകളൊക്കെ തന്നെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ തന്നെ വലിയ പരസ്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ എന്താണ് അങ്ങ് അവിടുത്തെ ഒരു പ്രധാന പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ളതിൽ ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? വയനാട്ടിലെ ഒരു സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണല്ലോ നടന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്കുള്ള സന്ദർശനവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോയിരുന്നു. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ടൂറിസത്തിന് വൻതോതിൽ അത് പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊട്ടും ഖേദിക്കേണ്ട കാര്യമില്ല. അത് പ്രഹരമേൽക്കേണ്ടത് തന്നെയാണ് വയനാട്ടിലെ ടൂറിസം. വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് അനിയന്ത്രിത ടൂറിസമാണ്, അൺകൺട്രോൾഡ് ടൂറിസം. അത് അൺകൺട്രോൾഡ് ടൂറിസം മാത്രമല്ല, അധാർമിക ടൂറിസമാണ്, അത് നിയമവിരുദ്ധ ടൂറിസമാണ്, പ്രകൃതി വിരുദ്ധ ടൂറിസമാണ്, കർഷക വിരുദ്ധവും ആദിവാസി വിരുദ്ധവും ജനവിരുദ്ധവുമായ ടൂറിസം കൂടിയാണത്. അതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് വയനാടിനെ നമുക്കറിയാം, വയനാട് പശ്ചിമഘട്ടത്തിൻ മലഞ്ചെരുവുകളുടെ കിഴക്കൻ ചെരുവിലുള്ള ഒരു കൊച്ചു ഭൂപ്രദേശമാണ്. അത് ഡെക്കാൻ പീഠഭൂമിയുമായിട്ട് മെർജ് ചെയ്യുന്ന ഒരു കൊച്ചു ഭൂപ്രദേശം. പക്ഷെ ഇത് വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള പ്രകൃതി സമ്പത്തും അതിന് ഉതകുന്ന കാലാവസ്ഥയും
മഴയും മഞ്ഞും ഫലഭൂയിഷ്ഠതയും എല്ലാം ഒത്തിണങ്ങിയതായ ഒരു ഭൂഭാഗമാണ്. അതായത് നമ്മളൊന്ന് അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ ഇന്ത്യയിൽ തന്നെ അല്ലെ ലോകത്ത് തന്നെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഏഷ്യൻ ആനകൾ, ഇന്ത്യൻ റോയൽ ടൈഗർ തുടങ്ങിയുള്ളതായ വലുതും ചെറുതുമായ ഒരുപാട് വന്യജീവികളുടെയും നിരവധി ആദിമ നിവാസികളുടെ വിഭാഗങ്ങളുടെ വിവിധങ്ങളായ ആദിമ നിവാസികളും കൂടി ചേർന്നിട്ടുള്ള ഒരു അത്യപൂർവമായ ഒരു ആവാസ വ്യവസ്ഥയാണിത്. ഈ ആവാസ വ്യവസ്ഥയെ ഒട്ടും മാനിക്കാത്ത ഒരു ടൂറിസമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതെങ്ങനെയുള്ള ടൂറിസമാണ് ഒന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ്? അതായത് ഈ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രദേശത്തേക്കും കടന്നു ചെല്ലുമ്പം അത് വളരെയധികം ആലോചിച്ച് അവിടുത്തെ തദ്ദേശീയരായ ജനതയെയും അവിടുത്തെ പ്രകൃതിയെയും അവിടുത്തെ മണ്ണിനെയും അവിടുത്തെ ജനതയെയും ഒക്കെ തന്നെ മാനിച്ചുകൊണ്ടുള്ള, അതിനെ ഭംഗപ്പെടുത്താതെ അതിനെ പോഷിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ടൂറിസമാണ് സസ്റ്റെയിൻ ആയിട്ടുള്ള നിലനിൽക്കുന്ന ടൂറിസം. എന്നാൽ വയനാട്ടിലെ ടൂറിസം ആദ്യമേ കടന്നു ചെന്നത് ആദിവാസി ആവാസ വ്യവസ്ഥകളിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്, കാട്ടിന്റെ പരിസരത്തും കാട്ടിന്റെ ഉള്ളിലുമുള്ള സ്വസ്ഥമായി ജീവിക്കുന്ന ഒരുപാട് അല്ലലും അതുമൊക്കെ അവർക്കുണ്ട്. സർക്കാർ വല്ലാതെ വികസിപ്പിച്ച് അവരെ കണ്ടമാനം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആദിവാസികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മുത്തങ്ങയിലെയും തിരുനെല്ലിയിലെയും തുടങ്ങിയുള്ളതായ ആദിവാസികൾ തിങ്ങി താമസിക്കുന്ന ആദിവാസി ആവാസ വ്യവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. ആദിവാസി ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഈ രണ്ട് ആവാസ വ്യവസ്ഥയും അവർ ഭംഗപ്പെടുത്തി. എന്നിട്ട് ആദിവാസി കോളനിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ അവർ റിസോർട്ടുകൾ ഉണ്ടാക്കി. ആദിവാസികളുടെ ഫുഡിന് തൊട്ട് ചേർന്നുള്ളതായ ആദിവാസികളുടെയും വന്യജീവികളുടെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തി. അവർ കുളിക്കുന്ന പുഴകളൊക്കെ ഇവരുടെ കയ്യേറ്റത്തിന് വിധേയമായി. ആദിവാസികളെ പരമാവധി ചൂഷണം ചെയ്യാൻ ഇവര് മുതിർന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമുക്ക് ഇന്ദിരാഗാന്ധിയോടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ കവളഗാന നാഷണൽ പാർക്ക് നമുക്ക് ഒരു പാർക്കുണ്ട്. അതായത് സൈബീരിയൻ ക്രൈനുകൾ എത്തിക്കൊണ്ടിരുന്നതായ ഒരു നാഷണൽ പാർക്കാണ് കവളഗാന നാഷണൽ പാർക്ക്. ആ നാഷണൽ പാർക്കുള്ളതായ അത് ദേശാടന പക്ഷിയാണ്. അത് സൈബീരിയയിൽ നിന്നും വർഷത്തിൽ 4-5 മാസം ഇവിടെ ചെലവഴിക്കാൻ വേണ്ടിയാണ് ഈ കവളഗാന നാഷണൽ ഭരത്പൂർ പക്ഷി സങ്കേതം എന്നാണ് ഇതിന് പറയാ. ആ പക്ഷി സങ്കേതത്തിലുള്ളതായ ITDC കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി ഉത്തരവിട്ട സ്ഥലമാണ്. അതേപോലെ തന്നെ ആദിവാസി മേഖലകളിൽ ആദിവാസി ആവാസ സ്ഥാനങ്ങളിലേക്ക് പുറമെ നിന്നുള്ള ആൾക്കാർ കടന്നു ചെല്ലരുതെന്നുണ്ട്. പക്ഷേ മുത്തങ്ങയിലും തിരുനെല്ലിയിലും ഒക്കെ നടക്കുന്ന എന്താ അറിയോ, ആദിവാസി വീടിന്റെ സുമാർ 5 മീറ്റർ അപ്പുറത്ത് ഇവർ ടൂറിസം റിസോർട്ടുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അർദ്ധനഗ്നരും നഗ്നരുമായിട്ടുള്ളതായ സന്ദർശകർ അവിടെ ചെന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. രാത്രി വൻതോതിലുള്ളതായ വൈദ്യുതി ശോഭ, അതേപോലെ തന്നെ മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ശബ്ദങ്ങൾ നേരം പുലരുന്നവരെ. ഈ പൊൻകുഴിയിൽ എനിക്ക് തന്നെ അനുഭവമുള്ളതായ ഒരു അനുഭവം ഉണ്ടായി 2 കൊല്ലം മുമ്പ്. അവിടെ പനിച്ച് വിറച്ച് കിടന്നിരുന്നതായ ഒരു ആദിവാസി കുട്ടി പലപ്പോഴും ഞെട്ടി ഉണരുകയും ആ ആദിവാസികൾ അപ്പുറത്ത് ചെന്നിട്ട് ദയവേറ്റ് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഓടിച്ചു വിടുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പൊൻകുഴി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലുള്ളതായ പണിയ കോളനിയിലേക്ക് DTPCയുടെ മെമ്പർ സെക്രട്ടറിയും ഒരു സംഘം വിദേശികളും കടന്നു ചെന്ന് അവിടെ ആദിവാസികൾ ഇവിടെ മദ്യവിതരണം പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല, മദ്യം കുടിക്കുന്നില്ല, അവര് ജോലി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുകയാണ്. അവിടേക്ക് ഇവർ കടന്നു ചെന്നിട്ട് ഒരു ഡാൻസും ഒരു പാർട്ടിയും. അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ കാട്ടിൽ പണിക്ക് പോയതായിരുന്നു, വനംവകുപ്പിന്റെ പണിക്ക് പോയതായിരുന്നു. വൈകുന്നേരം അവര് പണി ചെയ്ത് വന്നപ്പം ഇവര് പോയിട്ട് ബത്തേരിയിൽ നിന്നും മദ്യവും കോഴിമാംസവും കപ്പയും കൊണ്ടുവന്ന ആദിവാസികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവിടുത്തെ കാരണവർക്കും ഒക്കെ കൊടുത്ത് മദ്യപിച്ച് ലക്കും കെട്ട് ഉറഞ്ഞു തുള്ളി നിർത്താടുകയാണ്. ഈ ചെറുപ്പക്കാരത് തടഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തുകയും പോലീസ് അവർ പോവുകയും പോലീസ് വന്ന് ആദിവാസികളെ കൊണ്ടുപോവുകയും ഇവരൊക്കെ നമ്മുടെ നാടിന്റെ അതിഥികളാണ്, ഇവരോട് മാന്യമായി പെരുമാറണം, ഇവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് ആദിവാസികളെ ഭീഷണിപ്പെടുത്തുകയും പിറ്റേന്ന് ഞങ്ങളൊക്കെ കൂടി ചെന്നിട്ട് അതിന് ചോദ്യം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
കുറുവ ഐലൻഡ്, സുപ്രസിദ്ധമായ കുറുവ ഐലൻഡ് തീരത്തുള്ള ആദിവാസികൾ പുഴയിൽ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നും ആദിവാസികളെ ഓടിച്ചിട്ടുണ്ട്. അതേപോലെ ആദിവാസികൾക്ക് മാത്രമല്ല വന്യജീവികളെയും ഒരു വൻതോതിൽ ഉപദ്രവിച്ച് വിട്ടിട്ടുണ്ട്. വന്യജീവി ആവാസങ്ങളിൽ ചെന്നിട്ട് ഈ റിസോർട്ടുകൾ വന്യജീവികളെയും ആനകളെ ആകർഷിക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായി ഒരു വ്യവസ്ഥയുമില്ലാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് കാട്ടിന്റെ ഉള്ളിലും കാട്ടിന്റെ പരിസരത്തും ചെന്നിട്ട് വനഭൂമി കൈയേറുക. ഇതൊക്കെ വനം വകുപ്പിന്റെയും ജില്ലാ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശയോട് കൂടിയാണ് നടക്കുന്നത്. പഞ്ചായത്തിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും മാസാമാസം അടവ് ചെല്ലുന്നു. വാസ്തവത്തിൽ സർക്കാരിന് കിട്ടേണ്ട നികുതി പണം പോലും കിട്ടുന്നില്ല. ഇങ്ങനെ അതേപോലെ തന്നെ നിയമവിരുദ്ധമായി കാട്ടിന്റെ ഉള്ളിലൂടെ ജീപ്പ് റൈഡ് നടത്തുന്നു, ട്രെക്കിംഗ് നടത്തുന്നു. പിന്നെ ഇവർ കടന്നു ചെന്നത് മലഞ്ചെരുവുകളിലാണ്. ഇപ്പം ഉരുൾപൊട്ടിയിട്ടുള്ള മുണ്ടക്കൈ, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പുത്തുമല, അതിന് തൊട്ടടുത്തുള്ള 900 കണ്ടിയിൽ ടെന്റ് ടൂറിസമാണ് നടക്കുന്നത്. ആനത്താരകളിലാണ് ലൈറ്റും സൗണ്ടും പൊല്യൂഷനും ഉണ്ടാക്കുന്നത്. അവിടെയാണ് നൃത്തവും ആട്ടും പാട്ടും നടക്കുന്നത്. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഒരു സ്ത്രീ ഒരു വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു സ്ത്രീയും അവിടെ വന്നിട്ട് ടെന്റ് ടൂറിസം പുറത്തു വന്നിട്ട് ആനത്താരയിലുള്ള പാറക്കൂട്ടത്തിനിടയിലുള്ള ടെന്റിൽ രാത്രി കടന്ന് ആന ചവിട്ടിക്കൊന്നു. ഇങ്ങനെയുള്ളതായ നിരവധി സംഭവങ്ങൾ വയനാട്ടിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ തന്നെ പറയാ, ഈ മുണ്ടക്കൈന്റെ നേരെ മുകളില് 35ഓളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട്, ടൂറിസം റിസോർട്ടുകളുണ്ട്. അവിടേക്ക് നിയമവിരുദ്ധമായി ഈ ഇപ്പം പൊട്ടിയ പുഞ്ചിരി മട്ടത്തിൽ നിന്നും ചെറിയ അണക്കെട്ടുകൾ കെട്ടി അവർ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല കല്ല് പൊട്ടിച്ച് പാറ പൊട്ടിച്ച് ട്രയാങ്കുലർ ഷേപ്പിലുള്ളതായ കുളങ്ങൾ, നീന്തൽക്കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, ഈ റിസോർട്ടുകളിൽ എത്താൻ വേണ്ടിയിട്ട് ഇവര് വലിയ വലിയ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് സൈഡുകൾ മുഴുവനും 2019 2018 ഉണ്ടായതെന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ വയനാട്ടിൽ നിരവധിയായുള്ളതായ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് ഒരു കാർഷിക ജില്ലയാണ്. വയനാട്ടിലെ ജനസംഖ്യ 10 ലക്ഷം വരും. അതിൽ 2 ലക്ഷം ആദിവാസികളാണ്. ബാക്കിയുള്ളത് 1 ലക്ഷത്തോളം തോട്ടം തൊഴിലാളികളാണ്. ഇവർക്കാർക്കും ഈ ടൂറിസം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ചുരത്തിന്റെ അടിയിൽ നിന്നും പണം നേടി റിസോർട്ടുകൾ നടത്തിയോ കൊള്ള നടത്തിയോ ഉദ്യോഗസ്ഥന്മാർ കച്ചറുണ്ടാക്കിയോ എങ്ങനെയും പണം ഉണ്ടാക്കി അവർ ഇവിടെ വന്ന് റിസോർട്ടുകൾ നടത്തുന്നു. പുറം രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികൾ നമ്മൾ പറയുന്നവർക്ക് അവിടെ തൊഴിൽ കൊടുക്കുന്നു. വയനാടുകാർക്കായ നാമമാത്രമായ തൊഴിൽ, കുറച്ച് കുട്ടിക്കച്ചവടം, ചെറിയ നാടൻ ഭക്ഷണശാലകൾ, കുറച്ച് കച്ചവട പീടികളിൽ കുറച്ച് വെള്ളം മാത്രമേ വാങ്ങൂ അവര്. അത് ചെയ്യും. അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ടൂറിസം കേന്ദ്രങ്ങളിൽ നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനയും വ്യഭിചാരവും കൊട്ടേഷൻ സംഘങ്ങളുടെ വ്യവഹാരവും എല്ലാം വയനാട്ടിൽ നിന്ന് നിത്യ സംഭവമാണ്. അല്ല, ശരിക്കും അവിടെ നടക്കുന്ന ഈ ടൂറിസം വ്യവസായം ശരിക്കും ആരാണത്? ഏത് ശക്തികളാണ് അവിടെ ശരിക്കും ഈ ടൂറിസം റിസോർട്ട് അവിടെ നടത്തുന്നത്? ആരൊക്കെയാണത്? അതൊരു വലിയ മാഫിയ സംഘങ്ങളാണ്. വയനാട്ടിൽ ടൂറിസം നടത്തുന്നത് കേരളത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ഉയർന്ന സെക്രട്ടറി തലത്തിലുള്ള IAS തലത്തിലുള്ള IPSന്റെ ഉയർന്ന പോലീസിന്റെ ഉയർന്ന റാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്കൊക്കെ തന്നെ വയനാട്ടിൽ ടൂറിസം ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇവിടെ സ്വന്തമായ ടൂറിസ്റ്റ് ബംഗ്ലാവ് ടൂറിസം റിസോർട്ടുകളുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് താമസിക്കുകയും കൂത്താടുകയും ചെയ്യുന്നു. അല്ലാത്ത സമയം ഇത് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇവരും തന്നെ ഉന്നതമായ മലഞ്ചരിവുകളിൽ മനുഷ്യൻ കടന്നു ചെല്ലാൻ പാടില്ലാത്ത 50 ഡിഗ്രിയും അതിന്റെ മുകളിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ കൂട്ടുകെട്ട് ഇതൊരു മാഫിയാണ്, വലിയ മാഫിയ. വയനാട്ടിൽ അടുത്തയിടെ അവര് ഒരു കടൽക്കിഴവനെ പോലെ വയനാടിന്റെ കഴുത്തിൽ കയറിയിരുന്ന് വയനാടിനെ ഞെരിച്ച് അമർത്തുകയാണ്. ഇതില് ഇവര് പ്രചരിപ്പിക്കുന്നതുണ്ടല്ലോ, വയനാട്ടിലെ ജനങ്ങൾ മുഴുവനും എന്തായി പോവും, ദരിദ്രരായി പോവും, വയനാട് ഒറ്റപ്പെട്ടു പോവും, വയനാട് ഒന്നും ആവില്ല. വയനാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ടൂറിസം വികസനമാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 95% ജനങ്ങൾ ഉപജീവനം നടത്തുന്ന
കൃഷിക്ക് ഇതെന്ത് ഗുണം ചെയ്തു നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു ഗുണവും ചെയ്ത് തകർക്കുകയാണ്. മറ്റ് 2% മറ്റോ കൂടി വന്നാൽ ഒരു 10,000 ആൾക്കാർക്ക് ചെറിയ രീതിയിൽ തൊഴിൽ കിട്ടുന്നുണ്ടാവാം. ഇതിന്റെ ധനസമ്പാദനം നടത്തുന്നത് മുഴുവനും പുറത്തു നിന്ന് വന്നിട്ടുള്ള NRIക്കാരും ഈ ഉയർന്ന 900 കണ്ടിയിൽ ഒരു പഴയ പോലീസ് ഉയർന്ന റാങ്കിൽ നിന്ന് വിരമിച്ച ആൾക്ക് നിയമവിരുദ്ധമായ ടൂറിസം ഉണ്ട്. അതുപോലെ തന്നെ വൈത്തിരിയിലുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കടത്തുന്നുണ്ട്. അമ്പുകുത്തി ചരിത്ര പ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയുടെ മുകളിൽ അവിടുത്തെ റവന്യൂ ഭൂമിക്ക് കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം പട്ടയം കൊടുക്കുകയും അവിടെ എല്ലാം തന്നെ ടൂറിസം റിസോർട്ടുകൾ 30ഓളം ടൂറിസം റിസോർട്ടുകൾ ഉണ്ടാക്കുകയും അതിലൊക്കെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചു ചെന്നാൽ അവിടെ ഈ റിസോർട്ടുകൾ ഉണ്ടാക്കിയതിൽ പകുതിയിലധികം ബത്തേരി താലൂക്കിൽ നിന്നും റിട്ടയർ ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ അതല്ലെങ്കിൽ ബത്തേരി താലൂക്കിലെ പഞ്ചായത്തിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരോ ആണ്. അപ്പം ഇതിന്റെ പിന്നിൽ ആരാണ്? ഇതിന്റെ പിന്നിൽ എങ്ങനെയാണ് ഉള്ളത്? രാഷ്ട്രീയ പാർട്ടികളുടെ അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. അതായത് അവിടുത്തെ ഈ വിവേചനരഹിതമായിട്ടുള്ള ഈ ടൂറിസം വികസനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു വാക്ക് പോലും പറഞ്ഞ് എതിർക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് തോന്നില്ല, 5000-ലധികം റിസോർട്ടുകളുണ്ട്. അതിൽ 1000-ഓളം റിസോർട്ടുകൾ വൈത്തിരി പഞ്ചായത്തിലും ഏതാണ്ട് അത്ര തന്നെ മേപ്പാടി പഞ്ചായത്തിലുമാണ്. ഈ വിവിധ പ്രദേശങ്ങളിലുള്ളതായ ഈ ടൂറിസം റിസോർട്ടുകൾ അധികവും നിയമവിരുദ്ധമാണ്. നിങ്ങൾ റൈറ്റ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 50 ടൂറിസ്റ്റ് റിസോർട്ടുകൾ 4-5 ഹോം സ്റ്റേകൾ എന്നൊക്കെയാണ് വരിക. പക്ഷേ പഞ്ചായത്ത് മെമ്പർക്ക് നിത്യമായി മാസത്തിലും അടവുണ്ട്. മിക്കവാറും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മിക്കവാറും പഞ്ചായത്ത് മെമ്പർമാർക്കും ഉണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് അകമഴിഞ്ഞ കാരണം അവര് അസാൻമാർഗിക ടൂറിസവും അനിയന്ത്രിത ടൂറിസവും നിയമവിരുദ്ധ ടൂറിസവും നടത്തുന്നവരാണല്ലോ. അപ്പം അവർക്ക് ഉദ്ദേശിച്ചതിലധികം ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിനോടൊപ്പമാണ് എന്ന് മാത്രമല്ല, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും വയനാടിന്റെ വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെലവഴിക്കുന്ന തുകയുടെ 90% ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനാണ് ചെലവഴിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. 95% ജനങ്ങൾ ഉപജീവിക്കുന്ന ഇന്നും കാർഷിക വൃത്തി ഒരു വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആദിമ നിവാസികൾ അടക്കമുള്ള ആൾക്കാരുടെ വികസനത്തിന് വേണ്ടി ഒരു പണവും ചെലവഴിക്കുന്നില്ല. കഴിഞ്ഞ 10-20 കൊല്ലമായുള്ളതായ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ അതിൽ വയനാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിച്ച പണം മുഴുവനും ഈ ടൂറിസം റിസോർട്ടുകൾ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചത്, ഈ സിനിമാ നടന്മാർക്ക് അവിടെ ഈ ടൂറിസം ഉണ്ടാവുമോ? ഉണ്ട്. നമ്മുടെ മരിച്ചുപോയ മാമുക്കോയക്ക് വലിയ റിസോർട്ട് ഉണ്ടല്ലോ. നിങ്ങൾ ചുരം കയറി വന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് വരുമ്പോൾ വലതു ഭാഗത്ത് കാണുന്ന ഒരു വലിയ ഒരു ഹോട്ടൽ കോംപ്ലക്സ് ഉണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു സാധനവും അതിന്റെ നേരെ മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ സമരം ചെയ്ത് നിലനിർത്തിയിട്ടുള്ള മീനാക്ഷി സുന്ദരം എസ്റ്റേറ്റിന്റെ ഏറ്റവും ടോപ്പിൽ മാമുക്കോയക്ക് ടൂറിസം റിസോർട്ടുകളുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിന് പേര് പറയുന്നതിനെന്താ മടി, നമ്മുടെ മോഹൻലാലിന് ഈ പുഞ്ചിരി വട്ടത്തിനോട് ചേർന്നിട്ടുള്ള എസ്റ്റേറ്റ് അയാളതായിരുന്നല്ലോ. അതിൽ റിസോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതിപ്പം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. കൈമാറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളതായ ആൾക്കാർക്ക് ഇവിടെ ടൂറിസം റിസോർട്ടുകളുണ്ട്. അവർക്ക് ടൂറിസം ഇൻട്രസ്റ്റുകളുണ്ട്. അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വേസ്റ്റ് ആയിട്ട് ഇവിടെ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പൊന്നും ഇത്ര തുറന്ന ഒരു പ്രോത്സാഹനം സർക്കാരിന്റെ പക്ഷത്ത് വന്നിരുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ടൂറിസത്തിനെതിരായിട്ടോ മറ്റോ എന്തെങ്കിലും പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പം ഈ ടണൽ വരുന്നുണ്ടല്ലോ, തുരങ്കം. ഈ തുരങ്കം വരാനുള്ള പ്രധാന കാരണം താമരശ്ശേരി ചുരവും മറ്റും എല്ലാ ഞായറാഴ്ചകളിലും ട്രാഫിക് ജാം ഉണ്ടാവുന്നു, ഗതാഗത സ്തംഭനം ഉണ്ടാവുന്നു. ഇതിന്റെ കാരണം എന്താണ്? എല്ലാ ഞായറാഴ്ചകളിലും ഒഴിവു ദിവസങ്ങളിലും മറ്റും ബാംഗ്ലൂരിൽ നിന്നും
അതേപോലെ തന്നെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ എന്നുള്ള പേരിൽ സാധാരണക്കാരായ ആൾക്കാർ വണ്ടിയെടുത്ത് പുറപ്പെടുകയാണ്. അവര് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാം? ഇവിടുത്തെ ഉൾനാടുകളിൽ വരെ, ആദിവാസികളുടെ വീടിന്റെ മുറ്റത്ത് വരെ, ആനകളുടെ പിന്നെ വഴിത്താരകളിലെ ഉടനീളം തന്നെ ഇവര് വലിയ ന്യൂസൻസ്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരും ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇതൊക്കെ മുതലാളിവാദമാണ്. ഇപ്പൊ പറയുന്നത് ഈ ബാണാസുര നഗർ പോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴേ വരാവുന്ന നിലയിൽ സർക്കാർ അത് തുറന്നു കൊടുക്കണമെന്നാണ് ഈ ടൂറിസം റിസോർട്ടുകാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് വയനാട്ടിലെ ടൂറിസത്തെ കുറിച്ച് ഒരു 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 എന്താ പറയുന്നത്, ഒരു വളരെ വസ്തുനിഷ്ഠമായ ഗഹനമായ ഒരു പഠനം നടത്തണം. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി 4 കൊല്ലം മുമ്പ് കുറുവ തുടങ്ങിയതായ വടക്കൻ തെക്കൻ വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ വേണ്ടി ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി 3 കൊല്ലത്തോളം ഇത് അടച്ചിട്ടു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിഹിതമായി കൂടി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ കൂടി കോടതിയെ സ്വാധീനിച്ച് അത് തുറന്നിരിക്കുകയാണ്. അങ്ങനെ തുറന്നതിൽപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ കാര്യം രണ്ടാമത് പറയാം. ഈ ബാണാസുര സാഗർ അല്ലെങ്കിൽ പൂക്കോട് തടാകം, എടക്കൽ ഗുഹ, ഇവിടെയൊക്കെ വാസ്തവത്തിൽ ഇവർ പറയുന്ന മാതിരി ഈ ഉൾപ്പെടലിന് ശേഷം വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഒരു ഉത്തരവ് മൂലം അടച്ചിട്ടത്. ഇനി തുറക്കുമ്പോൾ ഇത് ക്വാളിറ്റിയുള്ള, അതായത് ടൂറിസം വികസനം എന്ന് പറയുമ്പോൾ നിലവിലുള്ളതായ അരാജക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നല്ല, മറിച്ച് ക്വാളിറ്റിയുള്ള ടൂറിസം ഒഴിവാക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ടൂറിസം ഉണ്ടാവട്ടെ. ആ ടൂറിസം ജനങ്ങളെ ശല്യം ചെയ്യാത്ത, പ്രകൃതിയെ നശിപ്പിക്കാത്ത, ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വായുവും ഇവിടുത്തെ വെള്ളവും നശിപ്പിക്കാത്ത ടൂറിസം ആവണം. അതിന് ഉതകാത്തിടത്തോളം കാലം ഈ ടൂറിസം അനുവദിക്കാൻ സാധ്യമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഈ മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലത്തെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനമാണെന്നുള്ള അഭിപ്രായം അങ്ങനെയുണ്ടോ? ഉണ്ട് എന്ന് മാത്രമല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് അത്. പല ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാലോ, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവണമെങ്കിൽ അതിശക്തമായ മഴ ഉണ്ടാവണം. അത് എല്ലാ കൊല്ലവും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മുണ്ടക്കൈയിൽ പൊട്ടാൻ ആ മഴയും പലയിടത്തും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം അതിന് അനുഗുണമായ ചെറിയ മണ്ണൊലിപ്പോടുകൂടി നിൽക്കും കാട്ടിന്റെ ഉള്ളിലെ മിക്കവാറും മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ. അത് ഇത്രയും വലിയ വിനാശകരമായ ഒരു 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 ഉരുൾപൊട്ടലായി മാറ്റിയതിന് പ്രധാനപ്പെട്ട കാരണം ഫസ്റ്റ് ടൂറിസത്തിന് തന്നെയാണ്. ഒരു ടൂറിസം റിസോർട്ട് അവിടുന്ന് ഒലിച്ചു പോയല്ലോ. ഒരു വലിയ പുഴന്തീരത്തുണ്ടായിരുന്ന അതെ ഒരു ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ ഒന്ന്. അപ്പം ഈ ടൂറിസം മറ്റൊന്ന് കൽക്കോറികളാണ്. അതും ധാരാളമായിട്ടുണ്ട്. മറ്റൊന്ന് ഇതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയുള്ള ടൂറിസം റിസോർട്ടുകളിലേക്ക് പോകുന്ന വലിയ റോഡ്, ചെറിയതും വലുതുമായ റോഡുകളാണ്. അതിന്റെ ഉള്ളിലുള്ള ട്രക്കിംഗ് ആണ്. അതിന്റെ ഉള്ളിലുള്ളതായ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ്. ഇപ്പം ഇവര് ഡിസാസ്റ്റർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. വയനാട് ഇങ്ങനെയെല്ലാം ദുരിതം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്താണ് ഇവർ പ്രോത്സാഹിപ്പിക്കാത്തത്? പക്ഷെ അത് ഒരു കാര്യം കൂടി പറഞ്ഞാലേ തീരൂ. ഈ വയനാട്ടിൽ സർക്കാരാവട്ടെ ടൂറിസംകാരാവട്ടെ ഇപ്പോൾ ആകർഷണമെന്ന് പറഞ്ഞ് ഇവര് ഹൈലൈറ്റ് ചെയ്യുന്ന 4-5 കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ കഥയും കൂടി നിങ്ങളൊന്നും അറിയാം. ഞാൻ ചുരുക്കി പറയാം. ആദ്യമായിട്ട് ഇവര് ചുരം കയറി വരുന്നത് പൂക്കോട് ലേക്കിലേക്കാണ്. പൂക്കോട് ലേക്ക് ഇന്ന് ആ ലേക്ക് ഉണ്ടാവുമായിരുന്നില്ല. അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കുന്ന് ഇടിച്ച് അവിടെ കയ്യേറ്റക്കാർക്ക് പതിച്ചു കൊടുക്കാനുള്ള ശ്രമത്തെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് 1984 തടഞ്ഞത്. അവിടെ അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. അവരിൽ നിന്നും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ കയ്യേറ്റം നടത്തരുതെന്ന് പറഞ്ഞ് സമരം ചെയ്ത് പ്രക്ഷോഭം ചെയ്താണ് അത് നിലനിർത്തിയത്. മറ്റൊന്ന് താങ്കൾക്കറിയാമല്ലോ, നമ്മുടെ എടക്കൽ ഗുഹ ഇന്നൊരു കൂമ്പാരമായി മാറുമായിരുന്നു. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കരുണാകരന്റെ ഭരണകാലത്ത് ഞങ്ങളെ പിടിച്ച് ജയിലിട്ടുണ്ട്. കരുണാകരന് നിവേദനം കൊടുക്കാൻ വേണ്ടി കൽപ്പറ്റയിൽ പോയപ്പം ഞങ്ങളെ നക്സലുകൾ, തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ജയിലിട്ടിട്ടുണ്ട്. അങ്ങനെ സമരം ചെയ്ത് സംരക്ഷിച്ചാണ് ഈ എടക്കൽ ഗുഹ. മറ്റൊന്ന് ഏറ്റവും വലിയ ഒരു ആകർഷണീയമായി പറയുന്ന ഈ നമ്മുടെ ഈ മുണ്ടക്കൈയോട് ചേർന്ന്
നിൽക്കുന്ന ചേമ്പ്ര പീക്കിലേക്കുള്ള ഹൃദയ തടാകത്തിലേക്കുള്ള ട്രക്കിങ്, അതേപോലെ തന്നെ പിന്നെ വെള്ളച്ചാട്ടം, അതിന്റെ അപ്പുറത്തുള്ളതായ മുണ്ടക്കൈക്ക് തൊട്ടടുത്തുള്ളതായ മീൻമുട്ടി വെള്ളച്ചാട്ടം. ഇത് അവിടെ അക്കേഷ്യ തൈകൾ, കോടിക്കണക്കിന് അക്കേഷ്യ തൈകളാണ് ഞങ്ങൾ പോയിട്ട് അപ്രൂവ് ചെയ്ത് കളഞ്ഞത്. 87 ഞങ്ങൾ കോടിക്കണക്കിന്, അതായത് നഴ്സറിയിൽ വെച്ച് കുഴിയെടുത്ത് കുഴിച്ചിട്ടതായ ഈ ഹൃദയ തടാകത്തിനും ചുറ്റും ആ പുൽപ്പരപ്പിന് ചുറ്റും ഉണ്ടായിരുന്നതെല്ലാം അപ്രൂവ് ചെയ്ത് കളഞ്ഞു. മലമുകളിലൊക്കെ തന്നെ ബാണാസുരൻ സാഗറിൽ ഇവർ ടൂറിസം നടത്തുന്നു, അവിടെയും ഞങ്ങൾ പോയിട്ട് അപ്രൂവ് ചെയ്തതാണ്. ഇവര് മുത്തങ്ങയിൽ ടൂറിസം നടത്തുന്നു. മുത്തങ്ങ കാട് വെട്ടി തെളിയിച്ചപ്പോൾ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന 79 രൂപീകരിച്ച ആൾക്കാർ, ആദിവാസികളും കർഷകരും കൂടി പ്രക്ഷോഭം നടത്തിയാണ് അത് നടത്തിയത്. അതേപോലെ തന്നെ തോൽപ്പെട്ടി. ഇനി വേറൊന്ന് കുറുവന്റെ പേരിലാണ് പിടി. കുറുവന്റെ ഉള്ളിൽ ഔഷധത്തോട്ടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ഒരു DFO, തലതിരിഞ്ഞ DFO അതിന്റെ ഉള്ളിൽ ഔഷധത്തോട്ടം നട്ടുപിടിപ്പിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ കടന്നു ചെന്ന് ഞങ്ങളത് പറിച്ചു ഔഷധത്തോട്ടങ്ങൾ. അങ്ങനെയാണ് കുറുവയെ നിർത്തിയത്. ഇന്ന് വയനാട്ടിലുള്ള ഓരോ തുള്ളി വെള്ളവും, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയട്ടെ, ഓരോ തുള്ളി വെള്ളവും ഓരോ അരുവിയും ഓരോ പച്ചപ്പും ഇവരിന്ന് വിൽപ്പന നടത്തിക്കൊണ്ടുവന്നതെല്ലാം വയനാട്ടിലെ ഇവർ പുച്ഛിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ബത്സിക്കുന്ന വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ ചോരയും നീരും അധ്വാനവും കൊടുത്ത് നിലനിർത്തിയതാണ്. അതെ, അപ്പൊ ഇപ്പം ഈ ദുരന്തം ഉണ്ടായിട്ട് തൊട്ടുപുറകെ തന്നെ ടൂറിസം മേഖല മുഴുവൻ തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് വളരെ സങ്കടകരമാണ്. അത് വളരെ ആശങ്കാകുലമാണ്. ഇവിടുത്തെ ആദിവാസികൾ, കർഷകർ, സാധാരണ നാട്ടുകാർ എല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ, അതായത് കഴുകന്മാർ ഒന്ന് പിന്മാറണ്ടേ? കഴുകന്മാർ ആ ശവപ്പറമ്പിൽ ഇവരുണ്ടാക്കി വെച്ച വിനയുടെ പ്രകൃതിയുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ചിന്നിച്ചതറി ചാലിയാറിലും മണ്ണിനടിയിലും കിടക്കുന്ന ശവങ്ങൾക്ക് മേൽ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നതായ കഴുകന്മാർ ഒന്ന് പോകട്ടെ, എന്നിട്ട് മതി ടൂറിസം എന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവർ കാണിച്ചിട്ടില്ല. അതിനെ ഞങ്ങൾ കഴിയുന്നതെല്ലാം എല്ലാവിധത്തിലും പ്രചരണ മൂലവും നാട്ടുകാരോട്, ജനങ്ങളോട് ദയവ് ചെയ്ത് വയനാട്ടിലേക്ക് ഇപ്പോൾ വരരുത്. ഇപ്പോൾ എന്നല്ല, വയനാട്ടിലേക്ക് വരുന്നത് നിങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി വരിക. ഞങ്ങൾ പറയുന്നത് വയനാട്ടിൽ ഈ വാഹനങ്ങളുടെ പ്രവേശനം ഉണ്ടല്ലോ, അത് ടിക്കറ്റ് മൂലം ഫീസ് ചുമത്തി നിയന്ത്രിക്കണം. ഇവിടുത്തെ വാഹനങ്ങളുടെ ക്യാരിയിങ് കപ്പാസിറ്റി നിർണ്ണയിക്കണം. ലോകത്തിലെല്ലാ ഉയർന്ന രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും വാഹനങ്ങളുടെയും ജനങ്ങളുടെയും ക്യാരിയിങ് കപ്പാസിറ്റി നിർണ്ണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ സുപ്രസിദ്ധമായ, ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല, എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ജനങ്ങളുടെ പ്രവേശനത്തെ കർക്കശമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജനങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോകും. ഉറപ്പാണ്. ശരി.